കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് മെറി. കവിതയുടെ പുതിയ ആഭരണ ശ്രേണിയായ ഗ്ലാം 18 റോസ് ഗോൾഡ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച്. ഓഫറിന്റെ ഭാഗമായി ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ പ്രൈസായി ഒരു മാരുതി സ്വിഫ്റ്റ് ഡിസയർ കാറും 5 ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനം. ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ട്. ഈ ഓഫർ ഡിസംബർ 15 മുതൽ ഫെബ്രുവരി 15 വരെ മാത്രം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിൽ 2025-26 സാമ്പത്തിക വർഷത്തെ വികസന സെമിനാർ നടന്നു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന സെമിനാർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് 2025-26 വർഷത്തെ വികസന സെമിനാർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ശ്രീധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ അധ്യക്ഷയായി. പദ്ധതി രേഖ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി മൊയ്തീൻകുട്ടി ഗ്രാമപഞ്ചായത്ത് അംഗം പി മനോജിന് നൽകി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അജിത് കുമാർ, മെമ്പർമാരായ ശശികല NP, രമണിക്കുട്ടി KT, ശാന്തകുമാരി IT, സതീദേവി, നിഷ രാകേഷ്, അരവിന്ദാക്ഷൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ ജയദേവൻ, സെക്രട്ടറി പി ആഷിഫ് എന്നിവർ പ്രസംഗിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹരിശങ്കർ മുന്നാർക്കോട് 2,92,75,185 രൂപയ്ക്കുള്ള കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. സംഭരണത്തിന് 30,48,131 രൂപ വകയിരുത്തി മുൻഗണന നൽകിക്കൊണ്ടുള്ള പദ്ധതി രേഖയാണ് അവതരിപ്പിച്ചത്. എന്നുള്ള വലിയൊരു ചർച്ച നമ്മുടെ നാട്ടില് പൊതുവെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ജനകീയ ആസൂത്രണ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച, ആഗ്രഹിച്ച, അതിനുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ച ആളുകളെ സംബന്ധിച്ച് അതിന്റെ പ്രായോഗികമായിട്ട് അറിവ് കുറച്ച് കുറവുണ്ടാവും. പക്ഷെ എന്നാലും അതിന്റെ കൃത്യമായിട്ടുള്ള ആശയം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ഈ ഒരു കാഴ്ചപ്പാട് യഥാർത്ഥം നമ്മുടെ സമൂഹത്തിൽ മുന്നോട്ട് വെച്ചത് ശ്രീ എം.എസ്. നമ്പൂതിരിപ്പാടാണ്. പങ്കാളിത്ത വികസനം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്, ജനപങ്കാളിത്തോടുകൂടിയ വികസനം, അധികാരം വികേന്ദ്രീകരിച്ച് നടപ്പിലാക്കുക. മഹാത്മാഗാന്ധിയും ആ ലക്ഷ്യം മുന്നോട്ട് വെച്ചു. നമുക്കറിയാം, ഗ്രാമസ്വരാജ്യം. പക്ഷേ ആ ഒരു ലക്ഷ്യം ആശയതലത്തിൽ ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് നിൽക്കുക എന്നുള്ളതല്ലാതെ പ്രായോഗികമായിട്ട് നമ്മുടെ നാട്ടിൽ നടപ്പിലായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മുടെ കൊച്ചു കേരളത്തിലാണ് എന്ന് നമുക്ക് പറയാം. വേറെ എവിടെയും ഇങ്ങനെ സംഗതി നടപ്പിലായി.